ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹാർട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ചെയ്ത കുറച്ച് ജേർണൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരലാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാ ബുക്കിലും ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുറച്ചധികം ജേർണൽസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 ബുക്കാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കാണിക്കാനായിട്ട്. അപ്പോൾ ഒരു മിനി ബുക്കും പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ വലുത് പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ വലുത്. അപ്പോൾ ഈ ഒരു ബുക്ക് ഫസ്റ്റ് കാണിക്കാം. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ കുറേ മുമ്പ് ചെയ്ത ബുക്കാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ആ ഒരു സമയത്തിൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തൊരു ജേർണലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കല്യാണ ലെറ്ററും അതും ഇതും എല്ലാ വേസ്റ്റുകളും കാണാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് മുട്ടയുടെ കവറ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ ആരൊക്കെ ലാസ്റ്റ് വരെ കാണുമെന്ന് അറിയില്ല, എന്തായാലും കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കാണുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പിന്നെ ഈ ഒരു ജേർണലിംഗ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു ജേർണലിംഗ് ആണ്. മാസ്കിൻ്റെ സംഭവങ്ങളൊക്കെ വെട്ടി ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാണുന്ന എല്ലാ സാധനങ്ങളും വെച്ച് ജേർണലിംഗ് ചെയ്യുമായിരുന്നു ഞാൻ പണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. പിന്നെ ഇത് വാഷി ടേപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. മിക്ക സാധനങ്ങളും കയ്യിൽ കിട്ടുന്നതും ഉണ്ടാക്കുന്നതും പിന്നെ ചോക്ലേറ്റിൻ്റെയൊക്കെ കവറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളതിൽ ചില ജേർണലിൽ മാത്രമേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൂ. ആ ഒരു ക്യാറ്റും ഡോഗും കൂടി ഇരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതെന്താണെന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചറാണ് ഞാൻ അതിവിടെ ഒട്ടിച്ചതാണ്. കയ്യിൽ കിട്ടുന്ന എല്ലാം ജേർണലിങ് ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ലോങ് വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു ജേർണലിംഗ് ബുക്കിലെ പേജല്ല ജേർണലിങ്ങിന് അവസാനിച്ച് വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് 2 ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ മലയാളം ബുക്കിലെ പഴയ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ഒക്കെ ഇതുപോലെ വെട്ടിയെടുത്തിട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിനെ ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബുക്കായിരുന്നു. പിന്നെ ഉള്ളത് മിനി ബുക്കാണ്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു ബുക്കായിരിക്കും. വീഡിയോസൊക്കെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളൊരു ബുക്കായിരിക്കും ഇത്. അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിലതൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്ലീപ്പ് ജേർണലിങ് അങ്ങനെ എനിക്ക് പലതരത്തിലുള്ള ജേർണലിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ബുക്കിലോട്ട് പോവുകയാണ്. ഈ ഒരു ബുക്കിൽ ചെയ്ത പല ജേർണലിങ്ങും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജേർണൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ജേർണൽ സപ്ലൈസും കാര്യങ്ങളൊന്നും കയ്യിലില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ ഇനിയും നമ്മൾ ജേർണൽ സപ്ലൈസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇടും. പിന്നെ ഒരു പർപ്പിൾ തീമും പിങ്ക് തീമൊക്കെ വരുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ചാലഞ്ചൊക്കെ വെച്ചപ്പോൾ ചെയ്ത ജേർണലിംഗ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തീമായിട്ട് ചെയ്തത്. അല്ലാണ്ട് ഞാൻ ഒന്നും ഇതുവരെ തീമായിട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ജേർണലിംഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ജേർണലിംഗ് ആണ്. മാത്രമല്ല ഇത് ഫുൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ അതുപോലെ ചെയ്തതാണ്. പിന്നെ ഇത് വാഷി ടേപ്സൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു ജേർണലിംഗ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ജേർണലിംഗ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവൾക്ക് ജേർണൽ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്കൊന്ന് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇതൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ട് ചെയ്തതാണ്, കിളിപ്പച്ച ജേർണലിംഗ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മൂവി ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ചെയ്ത് നോക്കിയതാണ്. അത്ര അങ്ങോട്ട് ശരിയായില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഞാനിവിടെ എൻ്റെ മുമ്പത്തെ ബുക്കിൽ ചെയ്തതെന്ന് പറഞ്ഞല്ലോ, ഇതും എൻ്റെ മുമ്പത്തെ ബുക്കാണ്. അപ്പോൾ മുമ്പത്തെ ബുക്കിലൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ജേർണലിംഗ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ കയ്യിൽ കിട്ടുന്ന എന്ത് കണ്ടാലും ജേർണലിംഗ് ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല, അത്യാവശ്യം നല്ല സംഭവങ്ങളൊക്കെ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് ജേർണലിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ജേർണലിംഗ് സപ്ലൈസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ജേർണൽ ഇരിക്കരുത്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പല തരത്തിലുള്ള തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ ലോങ് വീഡിയോസ് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല. വേറൊന്നുമല്ല, കാരണം മടിയാണ്. ജേർണലിങ്ങൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ജേർണലിംഗ് ബുക്കായിരുന്നു ഉള്ളത്. പിന്നെ ഇഷ്ടപ്പെട്ടതിനാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.